തിങ്കളാഴ്ച നടക്കുന്ന തൃക്കലശാട്ടോടെ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് സമാപനമാകും. ഇതിനു മുന്നോടിയായി വാളാട്ടവും കുടിപതികളുടെ തേങ്ങയേറും നടന്നു. ഇന്ന് നടക്കുന്ന തൃക്കലശാട്ടോടെ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് സമാപനമാകും. ഇതിനു മുന്നോടിയായി വാളാട്ടവും കുടിപതികളുടെ തേങ്ങയേറും നടന്നു. നെയ്യാട്ടത്തോടെ തുടക്കമായ കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിന് തിങ്കളാഴ്ച നടക്കുന്ന തൃക്കലശാട്ടോടെ സമാപനം. ഞായറാഴ്ച നടന്ന വാളാട്ടം, കുടിപതികളുടെ തേങ്ങയേറ്, അത്തം ചതുശത നിവേദ്യം, കൂത്തുസമർപ്പണം എന്നിവയ്ക്ക് പുരുഷാരവം ഒഴുകിയെത്തി. ഉച്ചയ്ക്ക് പന്തിരടി പൂജയ്ക്ക് ശേഷമായിരുന്നു അത്തം ചതുശക നിവേദ്യ സമർപ്പണം. ശേഷം ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിലെ അവസാന ശീവേലി ശിവപാർവതിമാരുടെ തിടമ്പുകൾ എഴുന്നള്ളിച്ചപ്പോൾ പൊന്നിൻകുടവും വെള്ളിക്കുടങ്ങളും കലശപാത്രങ്ങളുമായി സ്ഥാനികർ അകമ്പടി സേവിച്ചു. ശീവേലിക്കിടെ വാളച്ചന്മാരുടെ വാളാട്ടം. തിരുവഞ്ചിറയിൽ കിഴക്കേനടയിൽ ദേവതമാർക്ക് അഭിമുഖമായിട്ടാണ് വാളാട്ടം നടന്നത്. വാളാട്ടത്തിലൂടെ തിടമ്പുകളിൽ നിന്ന് ദൈവിക ചൈതന്യം വാളുകളിലേക്ക് ആവാഹിക്കപ്പെടുന്നു എന്നതാണ് വിശ്വാസം. വൈകുന്നേരത്തോടെ 1000 കുടം അഭിഷേകവും നടന്നു. തിങ്കളാഴ്ച ഉച്ചയോടെ മുതിരേരി വാൾ തിരിച്ചെഴുന്നള്ളിക്കും. ബലിബിംബങ്ങളും ഭണ്ഡാരങ്ങളും അയന്തരക്കാരും ബാവലിപ്പുഴ കടക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് സമാപനമാകും. ബാവലിപ്പുഴയും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും വന്യതയിൽ അടുത്ത ഉത്സവത്തിന് കാതോർക്കും.